നടത്താൻ പ്രാവീണ്യമുള്ള ഏറ്റവും നല്ല പാർലമെന്റേറിയന്മാരിൽ ഒരാളായ അദ്ദേഹത്തിന്റെ വാദമുഖങ്ങളൊക്കെ നിരത്തി ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ടാകും. ഞാൻ ദീർഘമായതുകൊണ്ട് പ്രസംഗം ഇനി കുഞ്ഞാലിക്കുട്ടി സാഹിബ് തങ്ങള് നേതൃനിര തന്നെ വരാൻ ബാക്കിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായ കാര്യം ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നേതാക്കൾ പറഞ്ഞിട്ടുണ്ടാവും. ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് തന്നെ നാട്ടിലെ ജനങ്ങൾക്ക് വെറുപ്പ് മാത്രം കൊടുത്ത നാണം കെട്ട ഒരു സർക്കാർ ഭരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടായത്. കാരണം നമുക്കറിയാം, നമ്മുടെ ജനപ്രതിനിധി അല്ലായിരുന്നു, ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധി. രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി. എന്തായ സാഹചര്യം എന്താണെന്ന് അദ്ദേഹം തന്നെ ഇവിടെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഭരിച്ചു മുടിച്ച് തകർത്ത് കൊള്ള നടത്തി ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ ശ്രമിച്ച സർക്കാരിൽ പ്രതിഷേധിച്ച് അദ്ദേഹം ഇറങ്ങിയതാണ്. ജനങ്ങള് ഇത്രമാത്രം വെറുപ്പിച്ച സർക്കാരുണ്ട്. ഇപ്പൊ ഞാൻ വരുമ്പം പറയുന്നു, നമ്മുടെ MLA പറയായിരുന്നു, ഇവിടെ അമ്പലത്തിനടുത്തും കയറി, പിന്നെ കരടി കയറിയിരുന്നു, കരടി അമ്പലത്തിലും കയറിയിരുന്നു. ഞാൻ ഒരു കണക്ക് നോക്കിയപ്പോ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിനിടം കേരളത്തിൽ 8000 വന്യമൃഗ ആക്രമണങ്ങളാണ് ഉണ്ടായത്. 1000 പേരാ മരിച്ചിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കഴിഞ്ഞ 9 കൊല്ലമായിട്ടുള്ള ഇവർ ഭരിക്കുന്നത്. ഈ 9 കൊല്ലത്തിനിടയിൽ 1000 പാവപ്പെട്ട മനുഷ്യരാണ് വന്യമൃഗങ്ങളുടെ കടിയേറ്റ് മരിച്ചു വീണത്. അത് കാട്ടിൽ പോയിട്ട് മരിച്ചതല്ല, നാട്ടിൽ വീട്ടിലിരിക്കുന്ന, നേരത്തെ പറഞ്ഞാൽ ഇപ്പൊ അമ്പലത്തിലാ കയറിയത്, അപ്പൊ നാട്ടിലിരിക്കുന്ന സ്ഥലത്തേക്ക് വന്യമൃഗങ്ങൾ ഇടുക. ഈ കഴിഞ്ഞ 5 കൊല്ലം മാത്രം കണക്കെടുത്തപ്പോൾ 38,543 കേസുകളാണ് വന്യമൃഗ ആക്രമണങ്ങൾ. 5 കൊല്ലം കൊണ്ട് 38,000 സ്ഥലത്ത് അക്രമം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ എന്ത് ചെയ്യായിരുന്നു? നമുക്കൊരു സർക്കാർ എന്തിനാണ്? ഓരോ ദിവസം കഴിയുന്തോറും മനുഷ്യൻ മരിക്കുമ്പോൾ ആ മരിക്കുന്ന ആളുടെ എണ്ണെടുക്കാനാണോ ഒരു സർക്കാർ വേണ്ടത്? അല്ല, ഒരു പ്രാവശ്യം മരിച്ചാൽ ആ ദുരന്തത്തിൽ നിന്നും ഇനി ഉണ്ടാകാതിരിക്കാൻ മുൻകരുതലെടുക്കുന്ന സർക്കാരാണോ ഈ നാടിന് വേണ്ടത്? ചോദിച്ച മറുപടി ഇല്ല. ചോദിച്ച മറുപടി എന്തെങ്കിലും ഉണ്ടോ? ആകെ പറയും. പറഞ്ഞാൽ മര്യാദക്ക് വർത്താനം പറയാൻ അറിയാത്ത ബബ്ബ പറയുന്ന ഒരു വനംവകുപ്പ് മന്ത്രിയുണ്ട് ഈ നാട്ടില്. എന്ത് പറഞ്ഞാലും എന്ത് പറയാനാ? സങ്കടം കൊണ്ട് നമ്മുടെയൊക്കെ തന്നെ മനസ്സ് നിറഞ്ഞിരിക്കില്ലേ? ഇവിടെയൊക്കെ ഇരിക്കുന്ന രാത്രികാലങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകള് ഓരോ ദിവസവും പുലരാൻമായി നിൽക്കുമ്പോൾ അവരുടെ മനസ്സിൽ എന്തുമാത്രം ഭയാശങ്കകളാണ്. ജീവിക്കാൻ പേടിക്കുന്ന ഒരു ജനതതി, മരണത്തെ എന്നും നോക്കിക്കാണുന്ന ഒരു ജനതതി ഇതുപോലെ ഉണ്ടാക്കിയതിന് ഉത്തരവാദിത്തത്തിൽ നിന്നും ഈ സർക്കാരിന് മാറി നിൽക്കാൻ പറ്റുമോ? ജനങ്ങൾക്ക് സുരക്ഷിതം കൊടുക്കേണ്ട സർക്കാർ ഒന്നും ചെയ്യാതെ കേന്ദ്രം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് വേണ്ടത്. കേന്ദ്രത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റണം. ഇപ്പൊ നാട്ടിൽ കൃഷി ചെയ്ത പാവപ്പെട്ടവർ എത്ര ബുദ്ധിമുട്ടിട്ടാണ് കൃഷി ചെയ്യുന്നത്. അത് കാട്ടുപന്നി വന്ന് കൃഷി എടുത്തുകൊണ്ട് പോകും. കാട്ടുപന്നിയെ വെടിവെക്കാൻ അടുത്ത നിയമമുണ്ട്, മറ്റ് സംസ്ഥാനങ്ങൾ നിയമമുണ്ട്. ഇവിടെ ആൺകുട്ടികളിൽ ചില പഞ്ചായത്തുകളിൽ ആ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ചെയ്ത ജോലി പോലും ഈ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്നില്ല. നിരുത്തരവാദത്തിന്റെ ഏറ്റവും വലിയ അങ്ങേയറ്റത്തെ ഇവരിനി വീണ്ടും ഭരിക്കണോ? ഈ സർക്കാർ ജനങ്ങളെ മരിച്ചു വീഴുമ്പോൾ നിസ്സംഗരായി നോക്കി നിൽക്കുന്ന ഈ സർക്കാർ ഇനിയും ഭരിക്കണമോ എന്ന ചോദ്യമാണ് നിലമ്പൂരിൽ ഉയരേണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കി, ഒരു കണക്കെടുത്ത് നോക്കി. നിങ്ങൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ലൈഫ് മിഷൻ കേട്ടാ തോന്നും എല്ലാവർക്കും ലൈഫ് കൊടുക്കുന്ന മിഷനാണെന്ന് കേട്ടാ തോന്നുക. ഇപ്പൊ ലൈഫ് ഇല്ലാതാക്കുന്ന മിഷനായിട്ട് ലൈഫ് മിഷനെ ഇവർ മാറ്റി എന്നുള്ളതാണ് 9 കൊല്ല ചിത്രം. കണക്കെടുത്ത് നോക്കണം. പകുതി കെട്ടിയിട്ട് പൂർത്തിയാക്കാത്ത വീടുകൾ. വീട് തുടങ്ങാൻ വേണ്ടി കുറച്ച് പൈസ കൊടുക്കും, പിന്നെ പകുതി, പിന്നെ പൈസ ഇല്ല. 9 വർഷം കൊണ്ട് എല്ലാവർക്കും വീട് കൊടുക്കാവുന്നതല്ലേ? വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് കൊടുക്കാതെ അവർക്കെല്ലാം മോഹം കൊടുത്തു, വീടില്ല. ഇവരുടെ പരിപാടി മാസം മാസം ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടുക, കെട്ടിട നികുതി കൂട്ടുക, ഇതുപോലുള്ള ജനങ്ങളെ ദ്രോഹിക്കുന്നതിൽ റിക്കാർഡ് സർക്കാരില്ല. ഈ സർക്കാർ കേരളത്തിൽ വേണം. മുഖ്യമന്ത്രി 3 ദിവസം ഇവിടെ നിന്നു. ഈ 3 ദിവസം നിന്നിട്ട് നമ്മളെല്ലാം വിചാരിച്ചു ഈ കൂരിയാട് ഭാഗത്ത് ആ റോഡ് തകർന്ന കാര്യം കാണാൻ ഈ മുഖ്യമന്ത്രി പോവോ? അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അത് മാത്രമാണോ? കഴിഞ്ഞ UDF കൺവെൻഷൻ ഞാനൊരു കാര്യം ചോദിച്ചു. ഈ മുഖ്യമന്ത്രിക്ക് മലപ്പുറം ജില്ലയോട് എന്തിനാണ് ഇത്ര വാശി?
അദ്ദേഹം ഡൽഹിയിൽ പോയിട്ടാ പറഞ്ഞത്, മലപ്പുറത്ത് മുഴുവൻ പിടിക്കുന്ന കള്ളപ്പണം ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്, ഇവിടുത്തെ സ്വർണം കള്ളപ്പണമൊക്കെ തന്നെ, അത് വേണോ എന്നാണ് ചോദിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ജില്ലയെ ഇതുപോലെ അപമാനിച്ച ഒരു മുഖ്യമന്ത്രി വേറെ ഉണ്ടായിട്ടുണ്ടോ? അതിന് മറുപടി പറയാൻ പറഞ്ഞാൽ ആ മറുപടി പറയുന്നതിന് ഏറ്റവും ആരാധ്യനായ തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന്റെ മതേതര സങ്കല്പത്തിന്റെ ഏറ്റവും അഭിമാനമായിട്ടുള്ള തങ്ങളെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് ഇനി പ്രസംഗിക്കുന്നില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് തങ്ങളാണെങ്കിൽ തങ്ങളുടെ പക്വമായ ഭാഷയിൽ കൃത്യമായ സന്ദേശം കൊടുക്കും. കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിങ്ങൾക്ക് ആവശ്യമുള്ള മരുന്ന് തരും എന്നുള്ളത് ഉറപ്പാണ് എനിക്ക്. ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ, ഈ നാടിനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനൊരു സർക്കാരില്ല. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ പോലും സാധനങ്ങൾ കിട്ടാനില്ല, ഉള്ള സാധനങ്ങൾക്ക് വില കൂട്ടിയിരിക്കുകയാണ്. രണ്ടറ്റവും കൂട്ടിമുട്ടുന്ന ജനങ്ങൾ പെടുന്ന പാട് ചില്ലറയല്ല. ഞങ്ങൾ ചോദിച്ചു പെൻഷൻ കാര്യം, പാവപ്പെട്ടവന്റെ പെൻഷൻ പോലും, ക്ഷേമനിധി പെൻഷൻ പോലും, കെട്ടിട നിർമ്മാണ തൊഴിലാളി വിഭാഗത്തിലുള്ള ചുമട്ട് തൊഴിലാളി, അവർക്കൊക്കെ പെൻഷൻ ഇന്നിപ്പം മന്ത്രി പറഞ്ഞിരിക്കുന്നുണ്ട് 20-ാം തീയതി പെൻഷൻ തരാതെ. തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കേണ്ടതാണോ ഇത്? അവർക്ക് മാസം മാസം കൊടുക്കേണ്ടതല്ലേ? അതിന് മുൻഗണനയില്ല. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുൻഗണന എന്താണ്? അവരുടെ സൗകര്യങ്ങളൊക്കെ അവർ നോക്കും, അവരുടെ നീന്തക്കുളം റെഡിയാക്കണം, അവരുടെ യാത്രാ കാര്യങ്ങൾ റെഡിയാക്കണം, അവരുടെ സ്റ്റാഫിന്റെ അതുപോലെ തന്നെ ആൾക്കാരുടെ ശമ്പളം കൂട്ടണം. അതിനൊന്നും ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ല. പാവപ്പെട്ടവരെ ആശാപ്രവർത്തനം നിങ്ങൾ എത്ര നാൾ 125 ദിവസമൊക്കെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ട സ്ത്രീകളുടെ എന്തൊരു സ്ഥിതിയായിരിക്കും? ന്യായമായി നമ്മളെയൊക്കെ കോവിഡ് വന്നപ്പോൾ അവർ നടത്തിയ സേവനം നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? അവർ തുച്ഛമായ വരുമാന വർധനവ് ചോദിച്ച് സമരം ചെയ്തപ്പോ അവരെ വെല്ലുവിളിക്കായിരുന്നില്ലേ, കളിയാക്കായിരുന്നില്ലേ? ഇതെന്തൊരു സർക്കാരാണ്? അവരെ കുറിച്ച് പറഞ്ഞ പാട്ടപ്പിരിവ് നടത്തുന്നവരാണെന്നോ? പിന്നെ പാട്ട പിരിക്കാത്തൊരു പാർട്ടിയാണല്ലോ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ നാട്ടും പുറത്തും മുഴുവൻ എല്ലാവർക്കും അറിയാമല്ലോ. അപമാനിക്കുക സമരങ്ങളെ. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സമരങ്ങൾ എന്ന് പറഞ്ഞാൽ പുച്ഛമാ, പരമപുച്ഛം. ആരെങ്കിലും സമരം നടത്തിയാൽ അവരോട് വിദ്വേഷമാ, പകയാ. ഇതുപോലുള്ള സാഹചര്യം നമ്മൾ ആരും പ്രതീക്ഷിച്ചതാണോ? ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വൈര ജീവിതം തകർക്കുന്ന നിയമസമാധാന പ്രശ്നങ്ങൾ എല്ലാ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നാട്ടിൽ എവിടെ നോക്കിയാലും മയക്കുമരുന്ന്, വീടുകളിൽ അശാന്തിയാണ്. ജനങ്ങള് ആശങ്കാകുലമായി നിൽക്കുകയാണ്. ഓരോ ദിവസവും നിങ്ങൾ നോക്കുക, എത്ര കൊലപാതകങ്ങൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു. അമ്മ മക്കളെ കൊല്ലുന്നു, സഹോദരങ്ങളെ കൊല്ലുന്നു പരസ്പരം. ഇതിനെല്ലാം അടിസ്ഥാനപരമായ മയക്കുമരുന്ന് വ്യാപാരം ഈ നാട്ടിൽ സാമാന്യേന വളരുന്നു. ഒരു നടപടിയുമില്ല, ഒരു നടപടിയുമില്ല. പോലീസിന്റെ ജോലി അതൊന്നുമല്ല, ഇത് പിടിക്കലല്ല. ഈ നാട്ടിൽ സ്വൈര ജീവിതം ഉറപ്പാക്കേണ്ട സർക്കാർ ഒരു ഭാഗത്ത് വന്യമൃഗങ്ങളെ വേട്ടയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നില്ല, മറുഭാഗത്ത് മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഒക്കെ വ്യാപനം കൊണ്ട് ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടും നടപടിയില്ല. ഈ ഒരു സർക്കാരാണോ കേരളത്തിൽ കൊടുക്കേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇതുപോലെ ജനങ്ങളെ വെറുപ്പിച്ചൊരു സർക്കാർ കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. അത്രയേറെ ജനങ്ങൾ ഈ സർക്കാരിനെ വെറുത്തിരിക്കുന്നു. ആ കാര്യങ്ങൾക്ക് മറുപടി പറയാനാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത്. ജനങ്ങൾ ഈ സർക്കാരിൽ നിന്നും ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും മറുപടിയുമാണ്. അതവർ കൊടുക്കുന്നില്ല. അതിന് പകരം മുഖ്യമന്ത്രി ഇപ്പൊ ഇവിടെ പ്രേമനൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കുന്നത് നാട്ടിലെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണലല്ല. അവരാകെ പറയുന്നത് എന്താ പറയുന്നത്? ഇസ്രയേലിന്റെ
രാഷ്ട്രീയം. പറഞ്ഞോട്ടെ, അതിൽ തെറ്റില്ല, പോട്ടെ. ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴേ ഇലക്ഷന് വേണ്ടി മാത്രമാണെങ്കിൽ പോലും അത് പറയട്ടെ. പക്ഷെ അത് പറയുന്നതിനോടൊപ്പം കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നതോട് ചിലയിടത്തൊക്കെ തന്നെ ഇവിടെ പ്രേമം പറഞ്ഞിട്ടുണ്ടാകും. പാലസ്തീൻ ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകള്, ആ ബുദ്ധിമുട്ടുകള് എല്ലാ കാലത്തും കോൺഗ്രസ് ഒറ്റ ശബ്ദത്തിൽ ഉയർത്തി കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒറ്റ നയമുള്ളൂ, പാലസ്തീൻ ജനതയുടെ സ്വതന്ത്ര ബോധം അംഗീകരിക്കുക എന്നുള്ളത്. അവിടെ ഗാസയിൽ മനുഷ്യജീവനുകളെ കുരുതി കൊടുക്കാൻ വേണ്ടി ഇസ്രായേൽ സൈന്യം എല്ലാ കാട്ടാളത്വവും നടത്തിയപ്പോൾ ഒരേ ഭാഷയിൽ എല്ലാ കാലത്തും, അത് മഹാത്മാഗാന്ധി ആയാലും ഇന്ദിരാഗാന്ധി ആയാലും രാജീവ് ഗാന്ധി ആയാലും കോൺഗ്രസിന്റെ മുഴുവൻ പ്രധാനമന്ത്രിമാരും ഒറ്റ നിലപാട് എടുത്തിട്ടുള്ളൂ. ഇപ്പൊ മോഡി എടുക്കുന്ന നിലപാട് അതല്ല. മോഡി എടുക്കുന്ന നിലപാട് ഈ കൂട്ടക്കുരുതിയെ പ്രോത്സാഹിപ്പിക്കാനും ഇസ്രയേലിന്റെ അസമാധാന ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നിലപാടാണ്. അതിനെ ഞങ്ങൾ എല്ലാ കാലത്തും ഇപ്പോഴും എപ്പോഴും എതിർത്തിട്ടുണ്ട്. പക്ഷെ CPM-ന്റെ നേതാവ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തേണ്ട ഒരു വിഷയം മാത്രമല്ല പാലസ്തീൻ വിഷയം. അത് ലോകജനത്തിന് മുമ്പിൽ, മനസ്സാക്ഷിയുടെ മുമ്പിൽ എല്ലാ കാലത്തും ആ പ്രശ്നം പരിഹരിക്കുന്നവരെ ഉയരേണ്ട പ്രശ്നമാണ്. നിങ്ങൾ ഇലക്ഷന് വേണ്ടി മാത്രം ഈ വിഷയം ഉണ്ടാക്കുമ്പോൾ അവസരവാദമേ നിങ്ങളുടെ പേരാണോ പിണറായി വിജയൻ എന്നാരെങ്കിലും ചോദിച്ചാൽ മറുപടിയില്ല. ഞാനിന്ന് പത്രക്കാരോട് പറഞ്ഞു, 2021 ഡിസംബർ മാസം 11-ാം തീയതി ഇസ്രയേലിന്റെ ഇന്ത്യയിലെ സ്ഥാനപതിയെ, കോൺസുലേറ്റ് ജനറൽ, നമ്മുടെ മുഖ്യമന്ത്രിയെ കാണുന്ന ഫോട്ടോ അദ്ദേഹം തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ എന്തൊരു ആവേശത്തിലായിരുന്നു. കേരളത്തിൽ ടൂറിസവും വ്യവസായവും ഒക്കെ വളരാൻ ഞങ്ങളെ ഇസ്രായേൽ സഹായിക്കും, ആ ബന്ധം ഊഷ്മളമാകും എന്ന് ഉറപ്പുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ പങ്കുവെക്കുന്ന ട്വീറ്റാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി 2022 കൊടുത്തത്. ആ മുഖ്യമന്ത്രിയാണ് ഇന്നലെ ഇവിടെ വന്ന് ഇലക്ഷന് തൊട്ട് മുമ്പേ വന്ന് ഈ തെമ്മാടി രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത്, രാഷ്ട്രം എന്നൊക്കെ പറയുന്നത്. ഇതിന്റെ ഉള്ളിലെ ആത്മാർത്ഥത എല്ലാവരും മനസ്സിലാക്കും എന്ന് പിണറായി ബോധിച്ചാൽ നന്ന്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് അവസരവാദത്തിനമല്ല, ഇവരുടെ നിലപാട് എല്ലാവർക്കും അറിയാം. ശബരിമലയിലെ പ്രശ്നം വന്നപ്പോൾ എന്തായിരുന്നു പിണറായി വിജയന്റെ നിലപാട്? ശബരിമലയിലെ പ്രശ്നം വന്നപ്പോൾ അവിടുത്തെ വിശ്വാസികൾക്കെതിരായ നിലപാട്, ഹൈന്ദവ വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഏറ്റവും വലിയ നിലപാട്. സർക്കാരിന്റെ ജോലിയാണോ അമ്പലത്തിൽ ആളെ കയറേണ്ട? ആരെയാണ് തീരുമാനിക്കുന്നത്? അതവർ തീരുമാനിച്ചു. എറണാകുളത്ത് മുനമ്പത്ത് നമ്മുടെ ക്രൈസ്തവ സഹോദരന്മാർ വീടിന് വേണ്ടി 10-25 വർഷമായി പോരാട്ടം നടത്തുമ്പോൾ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം തടഞ്ഞു വെച്ചതാരായിരുന്നു? ക്രൈസ്തവരായാലും മുസ്ലിം സഹോദരന്മാരായാലും ഹിന്ദുക്കളായാലും ഇവർക്ക് വിശ്വാസികളെ കണ്ണിലെടുത്താൽ കണ്ടുകൂടാ. ഇവരെല്ലാ വിശ്വാസങ്ങൾക്കും എതിരാണ്, എല്ലാ മതത്തിനും എതിരാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണകാലത്ത് നിങ്ങൾ എടുത്ത് നോക്കിക്കോ, എല്ലാ ഈശ്വര വിശ്വാസികൾക്കും എതിരായിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവ സമൂഹത്തോട് കാണിച്ചതായാലും ശബരിമല വിഷയത്തിൽ ഹിന്ദു സമൂഹത്തോട് കാണിച്ചതായാലും മലപ്പുറം ജില്ലയെ ആക്ഷേപിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗമായാലും ഇവരുടെ ഉള്ളിലുള്ള സ്പിരിറ്റ് വ്യക്തമാണ്. UDF അങ്ങനെയല്ല. UDFന് എല്ലാ മതങ്ങളോടും ബഹുമാനമാണ്, എല്ലാ വിശ്വാസങ്ങളോടും ബഹുമാനമാണ്. ഈ നാട്ടിൽ എല്ലാവരും സ്നേഹ തുല്യത്തോടെ ജീവിക്കുക എന്നുള്ള പ്രത്യയശാസ്ത്രത്തെ വളർത്തിയെടുക്കാൻ ശ്രമമാണ് UDF നടത്താറുള്ളത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യവും അതുതന്നെയാണ്. മതേതരത്വത്തിന്റെ ഏറ്റവും ശക്തമായ പ്രതീകമായിട്ട് തന്നെയാണ് UDF നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നിലമ്പൂരിലെ MLA ഉണ്ടാക്കുക മാത്രമല്ല. നിലമ്പൂരിലെ നിലവിലുണ്ടായിരുന്ന MLA രാജിവെച്ച് കേരള സമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കാണിച്ച ഒരുപാട് സർക്കാർ വിരുദ്ധ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലമായി UDF ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ അത് ചർച്ചയായി, എല്ലാം ചർച്ചയായി. ഒരു സർക്കാരിൽ നിന്നും ജനങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഈ സർക്കാരിന്റെ കാലത്ത് നടന്നത്. നമ്മുടെ നാട്ടിൽ വികസനമില്ല. ആകെ കൊട്ടിഘോഷിച്ച് നടത്തിയ വികസനം എന്ന് പറഞ്ഞിട്ട് അവർ ഉണ്ടാക്കിയത് അവരുടേതല്ല, കേന്ദ്രത്തിൻ്റെതാണ്. എന്നാൽ അവരുടേതാണെന്ന് പറഞ്ഞു നടന്ന ദേശീയപാത തകർന്ന് തരിപ്പണമായി വീഴുന്നത് നമ്മൾ കണ്ടു. ഓരോ ദിവസവും പത്രം വായിക്കുമ്പോൾ കാസർഗോഡ് തകർന്നു, കണ്ണൂർ തകർന്നു, മലപ്പുറം തകർന്നു, തൃശ്ശൂർ തകർന്നു. നമ്മുടെ നികുതി പണമാണ്. നിങ്ങൾക്കറിയോ,
നിങ്ങൾ ഉപയോഗിക്കുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും സെസ്സാണ് ഈ നാട്ടിലെ ദേശീയ പാതാ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മുടെ നികുതി പണം, ആ ഉപയോഗിക്കുന്ന പണം കൊള്ളയടിക്കാൻ കൊടുക്കേണ്ടതാണോ? ആ ഉപയോഗിക്കുന്ന പണം കൊണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള റോഡ് ഉണ്ടാക്കുന്നതിന് പകരം കള്ളപ്പണി ചെയ്ത് റോഡ് മുഴുവൻ തകർത്ത് കുറെ ആൾക്ക് കൊള്ളയടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുകയാണോ ചെയ്യേണ്ടത്? അതിൽ കേന്ദ്രവും സംസ്ഥാനവും ഒറ്റക്കെട്ടാണ്. മോഡിയുടെ മുന്നിലെത്തിയാൽ കവാത്ത് മറക്കുന്ന മുഖ്യമന്ത്രിയാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മോദിയുടെ മുന്നിൽ ഒരു അക്ഷരം ഉണ്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തൊരു ഭയഭക്തി ബഹുമാനമാണ് മോഡിയെ കാണുമ്പോൾ മുമ്പിൽ നിൽക്കുമ്പോൾ. നിലമ്പൂര് വന്നിട്ട് പ്രസംഗിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് വികസന കാര്യത്തിൽ തകർന്നിരിക്കുന്ന, ക്ഷേമപ്രവർത്തനങ്ങൾ അവതാളത്തിലാക്കിയ, സാധാരണക്കാരന് ജീവിക്കാൻ അവസരം കൊടുക്കാത്ത, ജീവൻ ഭയത്തോടുകൂടി നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയ ഈ സർക്കാരിനെ ഒരു പാഠം പഠിപ്പിക്കാനും ഐക്യജനാധിപത്യ മുന്നണിയെ തിരിച്ചു കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഉത്തരവാദിത്വ ബോധത്തോടെ നിർവഹിക്കാനുള്ളത്. കൊടുങ്കാറ്റും മഴയും ഉണ്ടായെന്ന് വിചാരിച്ചോ 19-ാം തീയതി വീട്ടിലിരിക്കരുത്. പരമാവധി പേര് വോട്ട് ചെയ്യും. നിങ്ങളുടെ ഓരോ വോട്ടും കേരളത്തിന്റെ രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള വോട്ടാണ് എന്ന് മനസ്സിലാക്കി ആര്യാടൻ ഷൗക്കത്ത്, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ആര്യാടൻ മുഹമ്മദ്, നിങ്ങൾക്കറിയാം, ഈ നാടിന്റെ വികസന ചക്രവാളത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത നാടിന്റെ പ്രിയങ്കരനായ ജനപ്രതിനിധിയായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രൻ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ MLA ആക്കുക എന്നത് മാത്രമല്ല, ഇതിലൂടെ ഈ ജനവിരുദ്ധ, ജനങ്ങളെ വെറുപ്പിച്ച ഈ സർക്കാരിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള വികാരം നിലമ്പൂരിൽ നിന്നും ഉയർത്തിക്കാണിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. മതേതര ഇന്ത്യയുടെ കാവൽക്കാരൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ യോഗത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ച ACC ജനറൽ സെക്രട്ടറി ആദരണീയനായ ശ്രീ KC വേണുഗോപാൽ അവർ, പ്രിയപ്പെട്ട പ്രേമേന്ദ്രൻ MP അവർ, PK കുഞ്ഞാട്ടി സാഹിബ് അവർ, മറ്റ് വേദിയിൽ ഉപേക്ഷിച്ചായിട്ടുള്ള MLA മാർ, MP മാർ, മറ്റു ജനപ്രതിനിധികൾ, ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാർ, അമരമ്പലത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വർദ്ധിച്ച ആവേശത്തോടെയുള്ള ഈ പ്രചാരണ പരിപാടി ഞങ്ങളിന്ന് രാവിലെ തുടക്കം കുറിച്ചു. KC ആണ് അതിൻ്റെ ഉദ്ഘാടനം രാവിലെ നിർവഹിച്ചത്. കുറ്റിക്കടവിൽ നിരവധി കേന്ദ്രങ്ങളിൽ പോകാൻ സാധിച്ചു. അവിടെയൊക്കെ തന്നെ ഒരു വൻ ജനാവലി തടിച്ചുകൂടി. നിലമ്പൂരിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയം എങ്ങോട്ടേക്കാണ് എന്ന് ഇപ്പോൾ തന്നെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഔദ്യോഗികമായി നിങ്ങൾ അത് രേഖപ്പെടുത്തണം, അത്രേ ഉള്ളൂ. അതുകൂടി കഴിഞ്ഞാലും 23-ാം തീയതി വരുന്ന വിജയത്തിൻ്റെ ആഘോഷം, ആ വിജയത്തിൻ്റെ അതൊരാശ്വാസമാണ്. ആഘോഷം എന്നതിനപ്പുറത്ത് കേരളത്തിൽ ലഭിക്കുവാൻ പോകുന്ന ഒരു ആശ്വാസമാണ്. കേരളത്തിൻ്റെ മാറ്റത്തിലേക്കാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ വിധിയെഴുത്ത് എന്നുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരള ജനത നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഒരു ഭരണകൂടത്തിൻ്റെ അസാന്നിധ്യമാണ് ഇന്ന് എല്ലായിടത്തും മുഴച്ചു കാണുന്നത് എന്നുള്ളതാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു സർക്കാരായി, ജനങ്ങളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഇന്നിപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന സർക്കാരിനെ കണ്ട് വളർന്നിട്ടുള്ളവരാണ്. ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ ഭരിക്കുമ്പോഴൊക്കെ തന്നെ ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അവരോടൊപ്പം നിന്നുകൊണ്ട് പോരാടി അവർക്ക് ആശ്വാസം പകർന്നു കൊടുത്തിട്ടുള്ള ചരിത്രമാണുള്ളത്. ഏറ്റവും ഒടുവിലായി ഐക്യജനാധിപത്യ മുന്നണി അതിനായ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടി, അതൊക്കെ തന്നെ ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം ജനങ്ങളോട് ഇടപഴകേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളായിരുന്നു. ആ തലത്തിലേക്ക് നമുക്ക് കേരളത്തെ തിരിച്ചു കൊണ്ടുവരണം. അതിന് കേരളീയ സമൂഹത്തിന് ആശ്വാസം പകരുന്ന, ആത്മവിശ്വാസം
പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ്. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ നിയോഗിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത്, നേരത്തെ കേസിയോട് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് സാഹിബ് കേരളത്തിലെ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നല്ലോ. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കരുത്തും ആവേശവും പകർന്ന അദ്ദേഹം മികച്ച ഭരണാധികാരി എന്നുള്ള നിലക്ക് പേരെടുത്തിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഷൗക്കത്തും ഇവിടെ നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുണ്ട്, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ പ്രഥമ ചെയർമാനായിരുന്നിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിൽ ഒരു നല്ല ചെയർമാൻ എന്നുള്ള നിലക്ക്, നല്ല പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഷൗക്കത്ത് ചെയ്തിട്ടുള്ള സേവനങ്ങൾ അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. മികച്ച ജനകീയ പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് തന്നെ ജനകീയമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആവേശം പകരുന്നതിൽ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ചു. കൊച്ചു കുട്ടികളുടെ ക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. പാവപ്പെട്ടവർക്ക് ഭവന നിർമ്മാണത്തിന് വളരെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഇങ്ങനെ അതിന് പല പദ്ധതികൾക്കും ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൗമാരക്കാർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ യൂണിസെഫിൻ്റെ തന്നെ അംഗീകാരം നേടി എന്നാണ് നമുക്കറിയുവാൻ സാധിച്ചത്. അപ്പോൾ ഒരു ഭരണാധികാരി എന്നുള്ള നിലക്കുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിന് പുലർത്തുവാൻ സാധിച്ചില്ല. നിലമ്പൂരിന് ആവശ്യമായിട്ടൊരു MLA ആണ് അദ്ദേഹം. ഇപ്പോഴത്തെ കാലത്ത് ആര്യാടൻ മുഹമ്മദിന് ശേഷം നിലമ്പൂരുകാരെ മനസ്സിലാക്കുന്ന, നിലമ്പൂരിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ഒരു MLA-യെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനുള്ളൊരു അവസരമാണ് 19-ാം തീയതി വരുന്നത്. ഉത്തരവാദിത്വ ബോധമുള്ളൊരു ജനപ്രതിനിധി, ആ ഉത്തരവാദിത്വ ബോധമുള്ള ജനപ്രതിനിധിയായി തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തെ ജയിപ്പിക്കുക. ഇവിടെ ഞങ്ങളിപ്പോൾ പോയ സ്ഥലങ്ങളിൽ ഇപ്പോൾ 1-2 ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ തന്നെ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഇപ്പോഴൊക്കെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഓരോ യോഗത്തിലും തടിച്ചുകൂടുന്ന വൻ ജനാവലിയാണ്. അത് നിലമ്പൂരിൻ്റെ മൊത്തത്തിലുള്ള ഒരു വികാരമാണ്. എന്നതുപോലെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും അതുപോലെ UDF ഘടകകക്ഷികളുടെയും. അവരൊക്കെ ഹൗസ് ക്യാമ്പയിനിലൊക്കെ വളരെ സജീവമാണ്. അവർക്കൊക്കെ വീടുകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങൾ വളരെ ആശാവഹമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ഒരു മാറ്റത്തിന് വേണ്ടി അവരൊക്കെ ആഗ്രഹിക്കുന്നു. ഓരോ വീട് കയറി ചെല്ലുമ്പോഴും അടുത്തുള്ള വീട്ടമ്മമാരും അല്ലാത്തവരൊക്കെ പറയുന്നത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കും എന്നുള്ള രീതിയിൽ തന്നെയുള്ള അഭിപ്രായങ്ങളാണ് അവരിൽ നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അതിലൊക്കെ പങ്കെടുക്കുന്ന നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിച്ചു, കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം തന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലുള്ള വൻ ജനാവലി. തീർച്ചയായിട്ടും നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം, കേരളത്തെ സംരക്ഷിക്കണം. കേരളീയ സമൂഹത്തെ താറടിച്ച് കാണിക്കുന്ന ഒരു ഗവൺമെൻറ് അതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നേരത്തെ KC സൂചിപ്പിച്ചു, ഇറാൻ്റെ കാര്യം അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ കാര്യമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന്. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ മലപ്പുറം ജില്ലയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾ, ആ അഭിപ്രായങ്ങൾ തന്നെയാണോ നിങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത് എന്നിപ്പോൾ നിങ്ങൾ ജനങ്ങളോട് തുറന്നു പറയണം. ഇറാനും ഇറാഖൊക്കെ നടന്നോട്ടെ, അതെ, അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ. പക്ഷേ മലപ്പുറം ജില്ലയെക്കുറിച്ച് നിങ്ങൾ അന്ന് പറഞ്ഞ അഭിപ്രായം, ആ അഭിപ്രായം തന്നെയാണോ ഇപ്പോഴും ഉള്ളത് എന്നിപ്പോൾ നിലമ്പൂരിലെ ജനങ്ങളോട് പറയണം എന്നാണ് നമുക്ക് പറയുവാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തുറന്ന പുസ്തകമാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങളാകട്ടെ, ദേശീയമായിട്ടുള്ള പ്രശ്നങ്ങളാകട്ടെ, അന്തർദേശീയമായിട്ടുള്ള പ്രശ്നങ്ങളാകട്ടെ, ദേശീയമായിട്ട് വർഗീയതയെ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ദേശീയ തലത്തിലുള്ളത്. ഫാസിസത്തെ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഗവൺമെൻറ്. അതിനെതിരെയുള്ള ശക്തമായ മുന്നേറ്റമാണ് മതേതര ജനാധിപത്യ മുന്നണിയുടെ മതേതര ജനാധിപത്യ ശക്തിയുടെ മുന്നേറ്റത്തിലൂടെ അതിനെ പരിഹരിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അന്തർദേശീയമായ വിഷയങ്ങളിലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ മഹാനായ ഗാന്ധിജിയും ഒക്കെ മുമ്പേ തന്നെ ഇസ്രായേലിൻ്റെ വിഷയമാകട്ടെ, ഗാന്ധിജി പറഞ്ഞിട്ടുള്ള ആ അഭിപ്രായം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ഫ്രഞ്ച് ഏത് നിലക്കാണോ ഫ്രാൻസുകാർക്ക് അധികാരപ്പെട്ടിട്ടുള്ളത്, ബ്രിട്ടനിൽ ഏത് നിലക്കാണത് ബ്രിട്ടീഷുകാർക്ക് അധികാരപ്പെട്ടിട്ടുള്ളത് എന്നതുപോലെ തന്നെ ഫലസ്തീൻ അവിടുത്തെ അറബികൾക്ക് അധികാരപ്പെട്ടതാണ്, അവകാശപ്പെട്ടതാണ് എന്നാണ് മഹാനായ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി 1948 തന്നെ അന്തർദേശീയ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് എന്നുള്ളത്. ആ നിലപാടാണ് ഇന്ത്യയുടെ യഥാർത്ഥത്തിലുള്ള നിലപാട് എന്നുള്ളത്.
അതിൽ തന്നെ ഇന്ത്യ അത് ഉറച്ചു നിൽക്കണം എന്ന് ഞാൻ നമുക്ക് പറയുവാനുണ്ട്. അതല്ലാതെ അതിനൊക്കെ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി വോട്ടുകൾ തട്ടാനുള്ള അവസരമായി തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് നമുക്ക് വളരെ താഴ്മയോടെ അവരോടൊക്കെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഞാൻ ദീർഘിപ്പതിൽ അവിടെ നേതാക്കളൊക്കെ ഇവിടെ സംസാരിക്കാനിരിക്കുകയാണ്. കേരളത്തിന് ഒരു നല്ല ഐശ്വര്യമാർന്നൊരു ഭാവി, അതിനുള്ളൊരു മുന്നൊരുക്കമായിട്ട് നമുക്ക് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തെ മാറ്റുവാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്തിനെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിസ്മരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. പ്രിയങ്കരായ തങ്ങളവർകളെ, ഇപ്പോൾ പ്രസംഗിച്ച് പോകുന്ന ശ്രീ പ്രേമേന്ദ്രൻ ഉൾപ്പെടെ വേദിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഒക്കെ നേതാക്കളുണ്ട്. ധാരാളം പ്രസംഗങ്ങൾ കഴിഞ്ഞു. അവസാനം സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളിറങ്ങി അവസാനത്തെ ദിവസം അവസാനത്തെ യോഗത്തിൽ വൻ ഭൂരിപക്ഷത്തിന് ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ജയിപ്പിച്ചിരിക്കും. ഹജ്ജിന് പോയ തങ്ങള് ഒന്നാമത്തെ കൺവെൻഷനിൽ എങ്ങനെ പ്രസംഗിക്കാനാണ്? ഹജ്ജ് കഴിഞ്ഞ് വന്നാലല്ലേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. അതൊരു കോൺട്രോവേഴ്സിയാക്കി അവിടെ നിന്ന ഒരാൾ ഞങ്ങൾ നടന്നു പോകുമ്പോൾ ചോദിക്കുകയാണ്, ഇത് കഴിഞ്ഞിട്ട് ഹജ്ജിന് പോയാൽ പോരെ എന്നുള്ളത്. വല്ലാത്തൊരു വിവരം തന്നെയാണ്. അതായത് ഹജ്ജ് ഇത് കഴിഞ്ഞിട്ട് പോരെ. ഏതായാലും ഹജ്ജ് കഴിഞ്ഞ് വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാനത്തെ ദിവസം നിങ്ങൾക്ക് സംശയം വേണ്ട, തങ്ങൾ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നിലമ്പൂരിൽ വൻ ഭൂരിപക്ഷത്തിന്, ജനങ്ങൾക്ക് സംശയം ഉണ്ടായിട്ടല്ല, ലീഗേർക്കും സംശയം ഉണ്ടായിട്ടല്ല, അവർക്കിപ്പോൾ വലിയ സംശയമാണ്. കാരണം എന്താ, അവരെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ആ കൂടാരത്തിന് പുറത്ത് ചാടി പറഞ്ഞതിന് മറുപടി പറയാൻ വയ്യാതെ കുടുങ്ങിക്കിടക്കുക. ആ വ്യത്യാസം ഈ മണ്ഡലത്തിൽ കാണാനുണ്ട്. ഞാനിന്ന് ബഹുമാനപ്പെട്ട തങ്ങളുടെ പര്യടന പരിപാടിയുടെ ഉദ്ഘാടന യോഗത്തിൽ പ്രസംഗിച്ചു. അവിടെയുള്ള ഒരു ഉത്സാഹം എന്താ? അത് കഴിഞ്ഞ് വേറൊരുപാട് പരിപാടി പോയി, അവിടെ ഒക്കെ അങ്ങനെ തന്നെ. ഇവിടെ വന്നു നോക്കുമ്പോ ഇതേ കിടക്കുന്ന അവസാനത്തെ യോഗം ഒരു ജനസാഗരം, ഒരു തെരഞ്ഞെടുപ്പില് ഇങ്ങനെ ഉത്സാഹം. ഞാൻ ഇവിടേക്ക് വന്ന് കിടക്കരുന്നാണ്. അവിടുത്തെ സാഗരം തീർത്തത് യുവാക്കളാണ്, ചെറുപ്പക്കാരാണ്, വിദ്യാർത്ഥികളാണ്, എല്ലാ കുടുംബാംഗങ്ങളും അങ്ങനെ തന്നെ. എന്നാ പോണ വൈക്കിയമ്മയിൽ LDFിന്റെ യോഗം കാണുമല്ലോ. കാണുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, കുഞ്ഞിനെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞതുപോലെ എന്തിൻ്റെയോ ഒരു കുറവുണ്ട്. അതുകൊണ്ട് ശങ്ക വേണ്ട. ഇന്ന് നിലമ്പൂർ അങ്ങാടിയിൽ ഞങ്ങൾ വരുമ്പോൾ ദിവസവും പത്രക്കാരെ കാണും, മീഡിയക്കാർ അവരിവിടെയുണ്ട്. എന്നാ ഇനിയെങ്കിലും നിങ്ങൾക്ക് ശങ്ക വേണ്ട, എഴുതിക്കോളി. കൈ വിറക്കൂലെങ്കിൽ എല്ലാവരും എഴുതിക്കോളി. ആര്യാടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ തിരഞ്ഞെടുക്കും. ഇപ്പൊ അവർക്കും അത് മനസ്സിലായിട്ടുണ്ട്, രംഗം മാറി എന്ന് മനസ്സിലായിട്ടുണ്ട്. എന്താണ് ഈ മാറ്റത്തിന് കാരണം? ഒരു ദിവസത്തേക്കുള്ള ഒരു മാറ്റമല്ല, ഒരു കൊല്ലത്തേക്കുള്ള ഒരു MLA തെരഞ്ഞെടുക്കാനുള്ള ഒരു മാറ്റമല്ല. അതൊക്കെ ആളുകൾക്കറിയാം. ഈ മാറ്റം ശാശ്വതമായിട്ടുള്ളതാണ്. ഈ മാറ്റം ഇവിടെ പണ്ടൊരു ഭരണമുണ്ടായിരുന്നു, ഉമ്മൻചാണ്ടിയുടെ. അതുണ്ടായിരുന്നു. മാണിസാറും അതുപോലെ തന്നെ ഞങ്ങളൊക്കെ, ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ, ഹൈദരലി തങ്ങൾ, അതുപോലെ തന്നെ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒക്കെ പാർട്ടി നേതാക്കന്മാരൊക്കെ നേതൃത്വം കൊടുത്ത ആ കാലത്ത് ഇവിടെ ഒരു ഭരണമുണ്ടായിരുന്നു. ആ കാലത്തൊന്നും കാണാത്ത പലതുമാണ് ഇപ്പോൾ കാണുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ആളുകളെ പച്ചക്ക് അങ്ങാടിയിൽ നിന്ന് ആന ചവിട്ടിക്കൊല്ലോ, പുലി പിടിച്ചു തിന്നോ? മലയോര മേഖലയിൽ ഇത്തരം വലിയ ഇത് ഞങ്ങളാണോ പറയുന്നത്? ഇവിടെ ഒരു MLA ഉണ്ടായിരുന്നു. ആ MLA രാജിവെച്ചുണ്ടായ തെരഞ്ഞെടുപ്പാണ്. എന്താ രാജിവെക്കാൻ കാരണം? ആ കൂടാരത്തിനുള്ളിൽ നിൽക്കാൻ കഴിയൂല, ചൂടും പുക എടുത്തിട്ട് ഞാൻ ചാടുകയാണ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് ചാടിയതല്ലേ.
അങ്ങനല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. പിന്നെയും അതേ മുന്നണിന്റെ ആളെ MLA ആയി തെരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അതിന് മുതിരൂല. അതുതന്നെയാണ് നിലമ്പൂരിൽ ഇന്ന് കാണുന്ന മാറ്റം. മാത്രല്ല, ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ അതുണ്ടാക്കുന്ന വേവ്, ആ വേവിൽ അടുത്ത തെരഞ്ഞെടുപ്പുകൾ പഞ്ചായത്തും അസംബ്ലിയും ഒക്കെ ജയിച്ചു പോവാം. നാട്ടിലൊരു മാറ്റം ഉണ്ടാവും. ആ മാറ്റത്തിന് വേണ്ടിയാണ് ആളുകൾക്ക് ഇത്ര ഉത്സാഹമാണ്. ഞങ്ങളൊക്കെ വിചാരിക്കുന്നത് എന്തൊരു ഉത്സാഹമാണ്. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കണ്ടവരാണ് ഞങ്ങളൊക്കെ. പക്ഷെ ഇതുപോലൊരു ഉത്സാഹം മുമ്പ് കണ്ടിട്ടില്ല. ആളുകൾ മഴ, നേരത്തെ ഇതിനു മുമ്പ് തങ്ങൾ വന്ന ഒരു കുടുംബയോഗം, പുറത്തേക്ക് നോക്കുമ്പോൾ കോരിച്ചു വരുന്ന മഴ. ആ ജാതി മഴയത്തൊക്കെ ഈ മാതിരി ഒരു കുടുംബയോഗം നടക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. സത്യത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല. ആളുകളുടെ ഉള്ളിലുള്ളത് തന്നെയാണ്. ഞാൻ ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ പ്രാസംഗികർ ധാരാളമുണ്ട്. നല്ല നല്ല പ്രാസംഗികരാണ് ഇരിക്കുന്നതൊക്കെ, ആരും മോശക്കാരല്ല. അതുകൊണ്ട് ഞാൻ അധികം സമയമൊന്നും എടുക്കുന്നില്ല. KM ഷാജിയാണ് ആ വേണ്ടത്. അതുപോലെ തന്നെ പിന്നെ ആരാളുള്ളത് ഒക്കെ ഉണ്ട്. ഞാൻ നോക്കി പറയുന്നില്ല. എല്ലാ മസാലയും സംഗതികളും ബാക്കിയൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ പോയാലും ഒരു കുഴപ്പം വരില്ല. അതുകൊണ്ട് ഈ യോഗത്തിൽ എനിക്ക് പറയാനുള്ളത്, ബലറാമുണ്ട്, അതുപോലുള്ള എല്ലാവരും ഉണ്ട്. ആളെ പെരുപ്പം കൊണ്ട് പേര് പറയാൻ പറ്റുന്നില്ല. PK ബഷീറുണ്ട്. എല്ലാവർക്കും ഇപ്പൊ 1000 നാവാണ്. കാരണം എന്താ വെച്ചാ, ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞിനെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞ. അവിടെ പ്രസംഗത്തിനും ദാരിദ്ര്യമാണ്, പറയാനും ഒന്നുമില്ല. ആർക്കാ മറുപടി? ഞങ്ങൾക്ക് പറയണോ അതോ ഓല കൂടെ ഉണ്ടായിരുന്ന MLA രാജിവെച്ച് അദ്ദേഹത്തിന് പറയണോ? ഇടങ്ങേറിലല്ലേ? നമുക്കൊക്കെ എൻഡോസ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്കെതിരെ, അവർ പറഞ്ഞ തന്നെ അവർക്കെതിരെ. പക്ഷെ ഓരോറപ്പ് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കും. ബഹുമാനപ്പെട്ട തങ്ങള് അതിവിടെ പറഞ്ഞു. ഉമ്മൻചാണ്ടിയൊക്കെ ഉണ്ടായിരുന്ന ആ കാലത്ത്, ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ കാലത്ത്, മാണിസാറൊക്കെ ഉണ്ടായിരുന്ന ആ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആ മാതിരി ഒരു ഭരണം തിരിച്ചു വന്ന് കൊള്ളാം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മലയോര മേഖലയിലെ ഈ വന്യമൃഗശല്യത്തിന് വ്യക്തമായ പരിപാടി അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായി ഒഴിഞ്ഞ കേസ് ആയിട്ട് ഇരിക്കേണ്ട കാര്യമില്ല. മാണിസാറിനറിയാമായിരുന്നു ധനകാര്യമന്ത്രിയായപ്പോൾ എങ്ങനെ ഫണ്ടുണ്ടാക്കണം എന്നുള്ളത്. ആ വിദ്യ ഞങ്ങളെടുത്തുണ്ട്, ആ സൂത്രം ഞങ്ങളെടുത്തുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞു തരൂല. ഞങ്ങൾ വന്നാൽ ഞങ്ങളത് കാണിച്ചു തരാം. എന്നിട്ട് ഈ ആശാ വർക്കർമാരെ കെട്ട് നടത്തണ ഈ പരിപാടി ഉണ്ടല്ലോ, ഉമ്മൻചാണ്ടിയാണ് ഈ നടത്തുങ്ങളെന്ന് പറയും. ആശാ വർക്കർമാരെ പോയിട്ട് മൈതാനിയിൽ ഇറങ്ങി പാവപ്പെട്ട ആളുകളെടുത്ത് പെറ്റീഷൻ വാങ്ങി, ആ പെറ്റീഷന്റെ അടുത്ത് അപ്പം തന്നെ ഓർഡർ ഇട്ട് കൊടുത്ത് പെരയിലെത്തുന്നതിൻ്റെ ഇടയ്ക്ക് പൈസ വാങ്ങിയിരുന്ന കാലം ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ മറക്കണ്ട. പണം ഉണ്ടാക്കാൻ അതിന് അറിയണം, അത് ചെലവാക്കാനും അറിയണം. പണം ഉണ്ടാക്കാനും അറിയണം, ചെലവാക്കാനും അറിയണം. ഭരിക്കാൻ കഴിയൂലെങ്കിൽ പിന്നെ നിന്ന് തിരിയാതെ തലം കാലിയാക്കുക എന്നല്ലാതെ വെറുതെ മനുഷ്യനടങ്ങാറാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് മനുഷ്യനടങ്ങാറാക്കലാണ്. അതുകൊണ്ട് വല്ലാതൊന്നും വേണ്ടി വരൂല. നിലമ്പൂരുങ്ങള് നല്ല തകർപ്പൻ, തങ്ങൾ പറഞ്ഞതുപോലെ തകർപ്പൻ ഒരു ജയം കൊടുത്തോളി. ബാക്കി ഞങ്ങൾ ഏറ്റവും യാതൊരു സംശയവും വേണ്ട. ആര്യാടൻ ഷൗക്കത്തിനെ വമ്പിച്ച ഒരു വർഷം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനും അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.